അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അറബിക് 7ാം ക്ലാസ് പബ്ലിക് എക്സാമിൻ്റെ ഒരു റിവിഷൻ ഭാഗത്തേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ നമുക്ക് ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നിന്ന് റിവിഷനിൽ നമുക്കൊന്ന് നോക്കാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എല്ലാ പരീക്ഷയ്ക്കും നമ്മളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. പ്രധാനമായും ചില വേർഡുകൾ, ആ വേർഡുകളുടെ മുഫ്രദ് ഉണ്ടാകും. മുഫ്രദ് നമുക്ക് തരും, എന്നിട്ട് നമ്മളോട് ജംഅ് ചോദിക്കും. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയലില്ല, ചില വേർഡുകളുടെ ജംഅ് നമുക്കറിയാത്തതിനാൽ അതിനുത്തരം നമുക്ക് പറയാനായിട്ട് കഴിയലില്ല. അപ്പോൾ ഓരോ വേർഡുകളുടെയും മുഫ്രദും ജംഉം നമുക്ക് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മുഫ്രദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മുഫ്രദ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിംഗുലർ എന്ന് പറയാം അല്ലേ? സിംഗുലർ. ജംഅ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂറൽ ആണ് അല്ലേ? ജംഅ് പ്ലൂറലാണ്. നമുക്കിനി കുറേ വേർഡുകൾ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ വേർഡുകളുടെയൊക്കെ മുഫ്രദ് എന്താണ്, ജം എന്താണ് എന്നുള്ളത് നമുക്ക് പറഞ്ഞു നോക്കാം. ചിലപ്പോൾ നമുക്ക് ചില വേർഡുകളുടെ അർത്ഥം നമ്മൾ അറിയില്ലെങ്കിൽ കൂടി അതിൻ്റെ ജം അറിഞ്ഞിരുന്നാൽ വളരെ സുഖമായിട്ട് പരീക്ഷയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ആൻസർ ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് ജം പഠിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ഏതായാലും നമുക്ക് ഓരോ വേർഡുകൾ നമുക്ക് നോക്കാം. മൻസിൽ. മൻസിൽ എന്ന പദം, മൻസിൽ മൻസിൽ എന്ന പദത്തിന്റെ ജംഅ് എന്താണെന്ന് അറിയാമോ? മൻസിൽ എന്ന പദത്തിന്റെ ജം എന്താണ്? മൻസിൽ എന്ന പദത്തിന്റെ ജംഅ് മനാസിൽ എന്നാണ് അല്ലേ? മനാസിൽ എന്നാണ്. അടുത്ത വേർഡ് നോക്കാം, വസ്ന്. അത് ഞാൻ കുറച്ച് വേർഡുകൾ എഴുതി വെക്കാം. വസ്ന്, ഉൻവാൻ, മിഹ്നത്ത്, ഇതൊക്കെ നമ്മൾ പഠിച്ച വേർഡുകളാണ് കേട്ടോ. ജിൻസ്. 5 വേർഡുകൾ ആദ്യം നമുക്ക് അതിൻ്റെ ജംഅ് കൃത്യമായിട്ടൊന്ന് നോക്കാം. മൻസിലിന്റെ ജംഅ് നമ്മൾ ഓൾറെഡി എഴുതി, അജ്നാസ് എന്നുള്ളതാണ് അല്ലേ? അജ്നാസ്. ഇനി വസ്ന് എന്നതിന്റെ ജംഅ് ഏതാണ്? വസ്നിന്റെ ജംഅ് ആണ് ഔസാൻ. ഔസാൻ എന്താ പറയാ? ഔസാൻ. ഞാൻ ഹർക്കത്ത് കൂടെ ഇടാം, ഇത് കുറച്ചുകൂടെ എളുപ്പമാകും. ഔസാൻ. ഇനി ഉൻവാൻ എന്നതിന്റെ ജം എന്താണ്? ഉൻവാൻ. ഉൻവാന്റെ ജം ആണ് അനാവീൻ. അനാവീൻ. ഉൻവാന്റെ ജം എന്താണ്? അനാവീൻ. അടുത്തത് മിഹ്നത്താണ്. മിഹ്നത്തിന്റെ ജം എന്താണ്? മിഹ്നത്തിന്റെ ജം മിഹൻ. മിഹ്നത്തിന്റെ ജം എന്താണ്? മിഹൻ. അടുത്ത വേർഡ് ജിൻസാണ്. ജിൻസിന്റെ ജം എന്താണ്? അജ്നാസ്. അജ്നാസ്. ജിൻസിന്റെ ജം ആണ് അജ്നാസ്. അപ്പോൾ വേർഡുകൾ നമ്മൾ ഇവിടെ 5 പറഞ്ഞു. മൻസിൽ,
മനാസിൽ. മൻസിൽ മനാസിൽ. വസൻ ഔസാൻ. ഉൻവാൻ അനാവീൻ. അനാവീൻ. മിഹ്നത്ത് മിഹൻ. ജിൻസ് അജ്നാസ്. അപ്പോൾ ഇത്രയും വേർഡുകൾ കിട്ടിയാലോ? നമുക്ക് അടുത്ത 5 വേർഡുകൾ നമുക്ക് നോക്കാം. ഹദീദ്. ഹദീദ്. അടുത്ത വേർഡ് മുസ്തഷ്ഫ. അടുത്ത വേർഡ് ഇസ്മ. നെക്സ്റ്റ് വേർഡ് ഷെഹർ. 10ാമത്തെ വേർഡ് മദ്രസത്ത്. അടുത്ത 5 വേർഡിന്റെ ജംഅ് പ്ലൂറൽ പദങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 6ാമത്തെ വേർഡ് ഹദീദ് എന്നുള്ളതാണ്. ഹദീദ് എന്ന പദത്തിന്റെ ജംഅ് എന്താണ്? നമുക്കറിയാം, അഹ്ദാദ് അല്ലെ? മുസ്തഷ്ഫ. മുസ്തഷ്ഫ എന്ന വേർഡിന്റെ ജംഅ് എന്താണ്? മുസ്തഷ്ഫയാത്ത്. 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 കുറച്ച് അടുത്ത വേർഡ് ഏതാണ്? ഇസ്മാണ്. ഇസ്മിന്റെ ജംഅ് എന്താണ്? അസ്മാ. ഇസ്മിന്റെ ജംഅ് എന്താണ്? അസ്മാ. അടുത്തത് ഷെഹർ ആണ്. ഷെഹറിന്റെ ജംഅ് എന്താണ്? ഷുഹൂർ. ഷുഹൂർ. അടുത്ത വേർഡ് മദ്രസത്താണ്. മദ്രസത്തിന്റെ ജംഅ് എന്താണ്? മദാരിസ്. മദാരിസ്. മദ്രസത്തിന്റെ ജംഅ് എന്താണ്? മദാരിസ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നിങ്ങളിതൊന്ന് നോക്കണം. 10 വേർഡിന്റെ ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നമുക്കൊന്നുകൂടെ ആദ്യം മുതലൊന്ന് നോക്കി നോക്കാം. ഇതിൽ മുഫ്രദ് ജംഅ് എന്നുള്ളതാണ്. മുഫ്രദ് മൻസിൽ മനാസിൽ. വസ്ന് ഔസാൻ അല്ലേ? വസ്ന് ഔസാൻ. ഉൻവാൻ അനാവീൻ. മിഹ്നത്ത്. മിഹ്നത്തിന്റെ ജംഅ് എന്താണ്? മിഹൻ അല്ലേ? ജിൻസ് അജ്നാസ്. അതുപോലെ ഹദീദ് അഹ്ദാദ്. ഹദീദ് അഹ്ദാദ്. അതുപോലെ തന്നെ അടുത്ത എന്താണ്? മുസ്തഷ്ഫ മുസ്തഷ്ഫയാത്ത്. ഇസ്മ അസ്മാ. ഷഹർ ഷുഹൂർ. മദ്രസത്ത് മദാരിസ്. ഓക്കെ, അപ്പോൾ ഇത്രയും ജംഅുകൾ ഇന്ന് 10 വേർഡുകൾ നമ്മൾ പഠിക്കുകയാണ്. ഇനിയും കുറച്ച് ദിവസമേ നമുക്ക് പബ്ലിക് എക്സാമിനുള്ളൂ. നമ്മൾ ഈ പബ്ലിക് എക്സാം ആകുന്നതിന് മുമ്പ് അത്യാവശ്യം എല്ലാ വേർഡുകളും ജംഅുകളും നമ്മൾ പഠിക്കണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.